സനോജ് ഈ പറഞ്ഞ പോലെ വലിയ കാഷ്വാലിറ്റീസ് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നത് ഏറെ ആശ്വാസം നൽകുന്നതാണ്. കാരണം ഈ പറഞ്ഞതുപോലെ എത്രയോ രോഗികൾ എത്തുന്ന സ്ഥലമാണ്, എത്രയോ ആളുകൾ എത്തുന്ന ഇടമാണ്. അവിടെ ഒരു അപകടം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യ മിനിറ്റിൽ ആ വാർത്ത കേട്ട് ഞെട്ടിപ്പോയിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് വലിയ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് ചെറിയ പരിക്കുകളോടെ ഒന്നോ രണ്ടോ പേർക്ക് മാത്രം ചെറിയ പരിക്കുകൾ പറ്റി എന്നത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് മറ്റാളുകളൊന്നും അതിലുണ്ടായിരുന്നില്ല എന്നതാണ്. തീർച്ചയായിട്ടും അതുതന്നെയാണ് ഏറെ ആശ്വാസം നൽകുന്ന കാര്യം. ഈ വലിയ ഒരു കേന്ദ്രം, അതായത് പ്രധാനപ്പെട്ട ഒരു ആതുരാലയമാണ്. അവിടെ ആയിരക്കണക്കിന് രോഗികൾ നിത്യേന വന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം. ആ മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഭാഗം തകർന്നു വീണു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ ആശങ്കയുണ്ടാക്കിയ ഒരു സംഭവമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ, ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന അവലോകന യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് ഈ വാർത്ത എത്തുന്നത്. ഉടൻ തന്നെ അവിടെ നിന്നും ഇവിടേക്ക് എത്തുകയായിരുന്നു. അപ്പോൾ മെഡിക്കൽ കോളേജിന് ഒരു ഭാഗം തകർന്നു വീണു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒന്നും സംഭവിക്കരുതേ എന്നുള്ള ഒരു ഇതിലാണ് നമ്മളിവിടെ എത്തിയത്. എന്തായാലും വളരെ ആശ്വാസകരമെന്ന് പറയപ്പെടാം. ഒരു കെട്ടിടം തകർന്നു എങ്കിൽ കൂടിയും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നുമില്ല എന്നതാണ് ഏറെ ആശ്വാസം നൽകുന്ന കാര്യം. ഇപ്പോൾ അല്പം മുമ്പ് നമ്മളോട് കാര്യങ്ങൾ വ്യക്തമാക്കിയ ആൾ പറഞ്ഞത്, അതായത് ഇവിടെ ഒരു കുട്ടിക്ക് പരിക്കേറ്റിരുന്നു. ആ കുട്ടി അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് ആ കുട്ടിയെ അദ്ദേഹം രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശരീരത്തെ രക്തക്കറകളുണ്ട്. അങ്ങനെ പരിക്ക് പറ്റിയ കുട്ടിയുടെ ശരീരത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പറ്റിയതാണ് ആ രക്തക്കറകൾ. ആ കുട്ടിക്ക് കാര്യമായ പരിക്കില്ല, നിസ്സാര പരിക്കുകളേ ഉള്ളൂ. അതിന് പ്രാഥമിക ചികിത്സ നൽകുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജിലെ മറ്റ് അടിയന്തര അത്യാഹിതത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും വളരെ ആശ്വാസകരം. ഈ കാലപ്പഴക്കം ചെന്ന കെട്ടിടമാണ് തകർന്നു വീണത് എങ്കിൽ കൂടിയും മറ്റനിഷ്ട സംഭവങ്ങളൊന്നുമില്ല എന്നത് ഏറെ ആശ്വാസകരമായ കാര്യമാണ്. മനു, തീർച്ചയായും എനിക്ക് തോന്നുന്നു മെഡിക്കൽ കോളേജിൻ്റെയൊക്കെ നിർമ്മാണത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ പണിത ഒരു കെട്ടിടമാണ് ഇതെന്ന് തോന്നുന്നു സനോജ്. ഇപ്പോൾ ഇതിന് സമീപത്ത് തന്നെ പുതിയ കെട്ടിടങ്ങൾ പണിയുകയും പുതിയ കെട്ടിടങ്ങൾ വരികയും ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും 10 നിലയോളം ഉയരത്തിലുള്ള ബഹുനില കെട്ടിടം ഇപ്പോൾ മെഡിക്കൽ കോളേജ് സമീപത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി കോംപ്ലക്സ് ഉൾപ്പെടെ പണിതുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാനഘട്ട മിനുക്ക് പണികളിലേക്ക് കടന്നിരിക്കുന്നു. കാലപ്പഴക്കം ചെന്ന കെട്ടിടം ഒഴിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു അത്യാഹിതം സംഭവിച്ചത് എങ്കിലും അത് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നുമില്ല എന്നതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. ഇത് ശൗചാലയത്തിൻ്റെ ഒരു ഭാഗമാണ്. ആ ശൗചാലയത്തിൽ ആ സമയത്ത് അപകടം സംഭവിക്കുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഒരു വീൽ ചെയറാണ് അവിടെ തകർന്ന്, വീൽ ചെയറിലാണ് കുട്ടി വന്നിരുന്നതെന്ന് പറഞ്ഞിരുന്നു. ആ വീൽ ചെയർ ആണെന്ന് തോന്നുന്നു അവിടെ തകർന്ന് കിടക്കുന്നത്. അതെ, തീർച്ചയായിട്ടും ആ വീൽ ചെയറാണ് ആ ഭാഗത്ത് കാണാൻ കഴിയുന്നത്. എന്തായാലും മറ്റ് സംഭവങ്ങളൊന്നും, അതായത് മറ്റനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല എന്നതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. ഇപ്പോൾ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിലുള്ള ജീവനക്കാർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടത്തിൻ്റെ ഇഷ്ടിക കട്ടകളാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അത് ഒരു ഭാഗമാണ്, ഈ ശൗചാലയത്തിൻ്റെ ഒരു ഭാഗം ഇവിടേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. എന്തായാലും അല്പം മുമ്പ് നമ്മളോട് ഈ സംഭവ സ്ഥലത്ത് നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ച ഈ മെഡിക്കൽ കോളേജിലെത്തിയ ആൾ പറഞ്ഞത് പ്രകാരം ഒരു കുട്ടിയെ 2 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അവർക്ക് കാര്യമായ പരിക്കുകളില്ല, നിസ്സാര പരിക്കുകളുണ്ട്. അവരെ അടിയന്തര ശുശ്രൂഷയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്, അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം അല്പം മുമ്പ് വ്യക്തമാക്കിയത്.